ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു. അത് സാധാരണഗതിയിൽ അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കാവുന്നതാണ്. അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി. നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ് ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായി തന്നെ നിർവഹിച്ചല്ലോ. അല്ല, ഇതിൽ വേറെ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചു. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ്. പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിൻ്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനശില, ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം സഭയിൽ അങ്ങനെയും വായിക്കാം. ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വായിക്കാം. ചിലപ്പോൾ ഞങ്ങളും മന്ത്രിമാരും വയ്ക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. എന്തായാലും ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗവർണർക്ക് വലിയ രാഷ്ട്രീയ വിമർശനവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്യാമ്പയിനുകളുമാണ് ഇടതുപക്ഷം സംസ്ഥാനം. അങ്ങനെയുള്ള ഗവൺമെന്റ് ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം നയപ്രഖ്യാപനമുണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? ഈ ഫെഡറലിസത്തിന് ശക്തിപ്പെടുത്തുന്ന അവസാനം അദ്ദേഹം വായിച്ച ഭാഗം തന്നെ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ തരത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സ്വയംഭരണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റേതുമായിട്ടുള്ള പദവികളുണ്ട്. ആ ഭരണഘടനാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫെഡറലിസത്തിനകത്തുള്ളത്. അതിലെല്ലാ ഭാഗവും വരും. അപ്പോൾ അതിനകത്ത് നയപ്രഖ്യാപനം പൊതുവെ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഓരോ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഭരണഘടനാനുസൃതമായിട്ടുള്ള മൂല്യങ്ങളെ ഞങ്ങളെങ്ങനെ മുറുകെ പിടിക്കുന്നു, ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്, അതെല്ലാം അതിമനോഹരമായി തന്നെ നയപ്രഖ്യാപനത്തിനകത്തുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. അത് നമ്മുടെ നിങ്ങൾ ആദ്യം വിചാരിച്ചതേ, ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ഇതിന് ഗവർണർക്കെതിരെ ശക്തമായി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം വായിച്ചു എന്നൊരു സ്ക്രിപ്റ്റ്, അത് വിട്ട് പുതിയ സ്ക്രിപ്റ്റ് പിടിക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം വായിച്ചു അവസാനം വായിച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ മുഴുവൻ വായിക്കുന്നതിൻ്റെ അവർ പറയാതിരുന്നത് അവർ അങ്ങനെയല്ല അവിടെ വിളിച്ചു പറഞ്ഞു. നമ്മളോട് കാണേണ്ടതേ എന്താ ഒത്തുതീർപ്പ് വഴങ്ങൽ. ഞങ്ങൾക്ക് ഒത്തുതീർപ്പും വഴങ്ങലിൻ്റെ പ്രശ്നമില്ല. ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭരണഘടനാനുസൃതമായിക്കൊണ്ട് ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ സമീപനം സ്വീകരിക്കണം. ഭരണഘടനാനുസൃതമായി മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിധേയമായി അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കണം. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതൊരു വഴങ്ങലോ അദ്ദേഹം കീഴടങ്ങലോ അല്ല. ഞങ്ങളും അദ്ദേഹവും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നുള്ളൂ. അല്ലാണ്ട് ഗവർണർ മന്ത്രിസഭയ്ക്കോ ഗവൺമെൻറ്റിനോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ഗവർണർക്കോ കീഴടങ്ങുന്നു എന്നുള്ളതല്ല. ഞങ്ങളെല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്.